എല്ലാവർക്കും വാസ്തുവീടിൻ്റെ വിഷു ആശംസകൾ. ഇന്ന് ഞങ്ങളെ ഗുരുവായൂരിലേക്ക് പോയത് തെക്കേ നടയിലൂടെ. അവിടെ നിന്നും ഞങ്ങൾ പടിഞ്ഞാറേ നടയിലേക്ക് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതാ 4 മണിക്ക് എഴുന്നള്ളിപ്പിനായി, ഉച്ചയ്ക്ക് 4 മണിക്ക് എഴുന്നള്ളിപ്പിനായി ഇതൊരു കൂട്ടിക്കൊമ്പൻ പനമ്പട്ടയുമായി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്ന രംഗമാണ് കണ്ടത്. ദേവദാസ് എന്ന കൊമ്പനാണ് പനമ്പട്ടയുമായി അകത്തേക്ക് പോകുന്നത്. അത് കൂടാതെ മറ്റു 2 ആനകൾ കൂടി എഴുന്നള്ളിപ്പിനായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത കൊമ്പൻ പട്ടയൊന്നുമില്ലാതെ അത് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോകുന്നു. എന്താ അവൻ്റെ ഒരു നടത്തം! അങ്ങനെ അവൻ അമ്പലത്തിൻ്റെ അകത്തേക്ക്, ദേവദാസ് അകത്തേക്ക് കടന്നു. രണ്ടാമത്തെ വലിയ കൊമ്പൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ഒരാന കൂടിയുണ്ട്. ആളുടെ മുകളിൽ പാപ്പാൻ കയറിയിരിക്കുന്നുണ്ട്. അവൻ്റെ അവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. നല്ല തിരക്കുള്ള ദിവസമാണ്. വിഷു ആയതിൻ്റെ തിരക്കാണ്. പുലർച്ചെ കണി കാണാൻ ഭയങ്കര തിരക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വടക്ക് ഭാഗത്തുള്ള കുളത്തിൻ്റെ അവിടേക്ക് നീങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് ഒരു 3 മണി നേരമായതുകൊണ്ട്, നല്ല സൂര്യപ്രകാശം ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയോടെ അമ്പലത്തിൻ്റെ വടക്ക് ഭാഗത്തെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റി. കുളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് അമ്പലത്തിൻ്റെ വടക്ക് വശവും, പിന്നീട് അത് കഴിഞ്ഞ് ആ കാണുന്നത് അന്നദാനത്തിനുള്ള ക്യൂവിൻ്റെ ഷെഡാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കിഴക്കേ നടയിൽ ചെന്ന് ചെറിയൊരു വീഡിയോ എടുത്തു. അവിടെ നിന്ന് അധികം വീഡിയോ എടുക്കാൻ പാടില്ലാത്തതുകൊണ്ട് കൂടുതൽ നേരം അവിടെ തങ്ങിയില്ല. അത് കഴിഞ്ഞ് ഫോണും ചെരുപ്പുമെല്ലാം കൗണ്ടറിൽ കൊടുത്ത് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കടന്നു.